ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് 150 ഷാർട്സ് എക്സ്ട്രാ ടൈമിൽ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് വേഗത്തിൽ കിട്ടും. ആ ട്രിക്കും പോലെ ഈ വീക്ക് 3 വന്നില്ലേ, ഫുഡേഴ്സ് ഇവൻറ്റിൽ വീക്ക് 3 വന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ അതിനും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക ഈ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഷാർട്സ് എല്ലാ ആവശ്യം ഉണ്ടാകും. ഈ ഫോട്ടോസ് എല്ലാവരും പ്ലെയറിനെ വാങ്ങണമെങ്കിൽ ഷാർട്സ് വളരെ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഒറ്റയ്ക്ക് 150 ഷാർട്സ് ഇതിന് കിട്ടാനുള്ള ട്രിക്ക് ഉപയോഗിച്ച് ട്രിക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ആ ട്രിക്ക് നിങ്ങൾ ഇത് അധികം 99% വർക്കൗട്ടാകാൻ സാധ്യതയുള്ള ട്രിക്കാണ്. 99% ഈ ട്രിക്ക് വർക്കൗട്ടാകും. ഇത് നമുക്ക് ഇതിൽ ലാസ്റ്റ് പറഞ്ഞാൽ ഈ ഷാർട്സ് വീക്കിൻ്റെ 3 പ്രാവശ്യം ലാസ്റ്റ് ഒരു 3 പ്രാവശ്യം എനിക്ക് 150 ഷാർട്സ് ആ ട്രിക്ക് ഉപയോഗിച്ചപ്പോൾ കിട്ടുക. ഒരേ ട്രിക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ടോട്ടൽ 450 ഷാർട്സ് ലാസ്റ്റ് 3 പ്രാവശ്യം സ്പിൻ ചെയ്തപ്പോൾ കിട്ടി. അപ്പം ഇത് അധികം വർക്കൗട്ട് ആ സാധാരണ ട്രിക്കാണ്. അപ്പോൾ ഇത് എനിക്ക് എങ്ങനെ കിട്ടുക വെച്ചാൽ, ഞാൻ ആദ്യം ഈ വുഡ് ബേസിൻ്റെ ഫസ്റ്റ് 2 വീക്കിലും നമുക്ക് ആ രണ്ട് 100 കിട്ടിയിരുന്നു, 100 ഷാർട്സ് കിട്ടിയിരുന്നു ഈ കളിക്കുമ്പോൾ. ഞാൻ അപ്പം അധികം ബാഡ്ജ് പിക്കായിരുന്നു തുറന്നിരുന്നത്. ഈ ബാഡ്ജ് പിക്കായിരുന്നു അധികം ഞാൻ തുറന്നിരുന്നത്. അത്ര കുറവേ ഷാർട്സ് പിക്ക് കൊടുക്കുള്ളൂ. പക്ഷേ ഷാർട്സ് പിക്ക് എനിക്ക് 100 30 എനിക്ക് കിട്ടാറുണ്ട്, 100 കിട്ടാറുണ്ട്. ചില നേരത്ത് ഷാർട്സ് പിക്ക് നല്ല കുറവാണ് കിട്ടാറുള്ളത്. ഞാൻ അധികം ആ 2 വീക്കിലധികം ബാഡ്ജ് പിക്കാനാണ് തുറന്നത്. പിന്നെ 3-ാം വീക്ക് വരെ ഞാൻ ഈ ഷാർട്സ് പിക്ക് കുറച്ച് തുറക്കാമെന്ന് വിചാരിച്ചു. 3-ാം വീക്ക് വരെ 3 ഷാർട്സ് പിക്കിന് തുറന്നപ്പോൾ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ഫസ്റ്റ് ഞാനൊരു പ്രാവശ്യം ഒരു വെറുതെ ഒന്ന് ആക്കി. അപ്പോൾ അത് 150 ഷാർട്സ് കിട്ടി. 2-ാമത്തെ പ്രാവശ്യം ഇതേപോലെ നോക്കിയപ്പോൾ അപ്പോഴും 150 ഷാർട്സ് കിട്ടി. 3-ാമത്തെ പ്രാവശ്യം ഞാൻ ആക്കിയപ്പോൾ അതേപോലെ വീണ്ടും 150 ഷാർട്സ് കിട്ടി. അപ്പോൾ അതെങ്ങനെ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് ഷാർട്സ് പിക്ക് മാത്രമായിരിക്കും അധികം വർക്കൗട്ടാക്കുക, ഷാർട്സ് ഇട്ടുള്ളതാണ്. ബാക്കിയുള്ള ഈ ബാഡ്ജ് പിക്ക് ഇതിനൊന്നും വർക്കൗട്ടാൻ സാധ്യതയില്ല പ്ലേസിൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്ന്. ആദ്യം ഞാൻ ബാഡ്ജ് പിക്കിലാണ് കാണിച്ചത്. ഇതിക്ക് തുറക്കാനുള്ള ടോക്കൺസ് ഉണ്ടാക്കാനുള്ള ടോക്കൺസ് കിട്ടില്ല. ഞാൻ തുറന്നു കഴിഞ്ഞോണ്ട്. അപ്പോൾ ഞാൻ നേരെ ബാഡ്ജ് പിക്ക് ഞാൻ തുറന്ന് കാണിച്ചത് എങ്ങനെ അത് കത്തിക്കുന്നത്. ഇത് ഷാർട്സ് പിക്കിലാണ് തുറക്കേണ്ടത്, നല്ലത് വർക്കൗട്ട് ആവുക. ബാഡ്ജ് പിക്ക് ഞാൻ കാണിച്ചു തരാം. ഷാർട്സ് പിക്കിൽ എങ്ങനെ തുറക്കേണ്ടത്. ആദ്യം നമ്മൾ ഇതാക്കുക, 2 പ്രാവശ്യം നോവ് വെക്കുക. അതിനുശേഷം നമ്മൾ കേസ് വെക്കുക. പിന്നെ ഇവിടെ വരുന്ന 2-ാം പിക്കില്ല, 2-ാം പിക്കിൽ ഇങ്ങനെ നെക്കി വിളിക്കുക. അപ്പോൾ നമുക്കൊരു ബെസ്റ്റ് ഇത് കിട്ടും. ഇതിപ്പോൾ 108 CB കിട്ടി. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഷാർട്സ് പിക്കിലാണ്. ഇപ്പോൾ 150 കിട്ടാൻ സാധ്യത ഏറെയാണ്. ഞാൻ ഇനി ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യം ഈ ആദ്യം നിൽക്കുക, ഒരു പ്രാവശ്യം നോക്കുക, 2-ാമത്തെ പ്രാവശ്യം നോക്കുക, പിന്നെ കേസ് നിൽക്കുക. പിന്നെ ഈ 2-ാമത്തെ പിക്ക് വരാൻ പറ്റില്ല, ആ സ്ഥലത്ത് ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ എനിക്കൊരു നല്ലൊരു കാർഡ് അതിൽ കിട്ടും. അപ്പോൾ അതാണ് ഈ നമ്മുടെ ഒരു പ്രാവശ്യം ബാഡ്ജ് പിക്ക് കൊടുക്കാണ്ട് നോക്കാം. നമുക്ക് ഇത് പ്ലേയേഴ്സിൻ്റെ കിട്ടാൻ സാധ്യതയില്ല. ഇതിൽ 108ൻ്റെ റൈറ്റിൻ്റെ പ്ലേയേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. ഞാനത് പറഞ്ഞ് ഷാർട്സ് പിക്കിലാണ് ഈ ട്രിക്ക് അധികം വർക്കൗട്ട് ആവുക. ഷാർട്സ് പിക്ക് എടുക്കാം, 2 പ്രാവശ്യം നിങ്ങൾ ലോ നിൽക്കണം. അതിനുശേഷം നിങ്ങൾ യെസ് നെക്കി. ഞാൻ നേരത്തെ കണ്ടിട്ടില്ല, 2-ാമത്തെ പിക്കിൽ ഇങ്ങനെ മെല്ലെ ക്ലിക്ക് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് 150 ഷാർട്സ് കിട്ടാൻ സാധ്യത ഏറെയാണ്. എന്തായാലും 100 മുകളിൽ കിട്ടാൻ സാധ്യത ഏറെയാണ്. അതാണ് ഇത് മെയിനായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് വീക്ക് 3-ൽ പുതിയതായിട്ട് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വീക്ക് 3-ൽ പുതിയതായിട്ട് പ്ലെയേഴ്സാണ് വന്നിട്ടുള്ളത്, വേറെ ഇവൻറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല. പ്ലെയേഴ്സ് ഗാലറി കാണിച്ചു തരാം. ഇവിടെ വീക്ക് 3 ഹസാർഡ് വന്നിട്ടുണ്ട്, ബെക്കാമിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, പിന്നെ മക്കലേലിൻ്റെ കാർഡ് വന്നു, കാഫുവിൻ്റെ കാർഡ് വന്നു, ഫെലൈനിൻ്റെ കാർഡ് വന്നു, ലിനക്കറിൻ്റെ കാർഡ് വന്നു, ഇത് മൻഡോസിക്കിൻ്റെ കാർഡ് വന്നു. ഈ പുതിയതായിട്ട് വന്ന പബ്ജിയിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് വരുന്ന 3 പ്ലേയേഴ്സുകളാണ് വന്നിട്ടുള്ളത്. മാൻഡോസിക്കി ചേർന്ന ഈ 111 111 റൈറ്ററിൻ്റെ ഈ കാർഡും, 112 റൈറ്ററിൻ്റെ ലിനക്കർ എന്ന് പറഞ്ഞ ഈ കാർഡും, 112 ഫെലൈനി എന്ന കാർഡ്. ഈ 3 കാർഡുകളും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ 3 കാർഡിൽ ചിലത് ആദ്യമായിട്ടുമാണ് എഫ്സിയിൽ വരുന്നത്. അപ്പോൾ നല്ലൊരിതാണ്. ഈ 3 പ്ലേയേഴ്സിന് കിട്ടുന്നത് നല്ല പെർഫോമൻസ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. കാരണം ചിലർ ആദ്യമായിട്ട് വരുന്നതാണ്, ചില 3 പ്ലേയേഴ്സ് കുറേ കാലങ്ങൾക്ക് ശേഷം വരുന്നതാണ്. എൻ്റെ രീതിയിൽ മാൻഡോസിക്കിക്ക് ആദ്യമായിട്ട് വരുന്നു തോന്നുന്നുണ്ട്. ലിനക്കറിലും ഫെലിനി ആദ്യം ഉണ്ടോന്നുണ്ട്. പക്ഷേ ഞാൻ ഇതൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. ഇവരാദ്യം വന്നില്ലെങ്കിൽ പോലും ആദ്യം എഫ്സി തുടങ്ങി വന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പം അതാണ് ഈ മെയിനായിട്ട് വീട്ടിൽ വന്നത്. പിന്നെ അത് മാത്രമല്ല ബെക്കാം വന്നിട്ടുണ്ട്, ഹസാർഡും വന്നിട്ടുണ്ട്. ഇതാണ് മെയിൻ
ഹസാർഡിന് 1000 ഷാർട്സാണുള്ളത്. അപ്പോൾ വേണവർക്ക് എടുക്കാം. ഞാൻ ഹസാർഡിന് എടുക്കുന്നത് ഞാൻ എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ 1999 ഷാർട്സ് ഉണ്ട്. ഞാൻ എടുക്കുന്നത് സെസ്മേക്കലിന് പറഞ്ഞ ഈ ഗോൾ കീപ്പറെയാണ്. ഞാൻ സെസ്മേക്കൽ എന്ന് പറഞ്ഞ ഈ കീപ്പറിനെ എടുക്കാൻ പോകുന്നത്. ഈ കീപ്പർ വളരെ നല്ല 120 റേറ്റിംഗ് ഉള്ള പ്ലെയറാണ്. ആൻഡ് ഈ കീപ്പർ നല്ലൊരു കീപ്പറിന് സ്റ്റാമിന ഒക്കെ 4 ഉണ്ട്. ആൻഡ് ഡൈവിങ്, പൊസിഷനിങ്, ഹാൻഡ്ലിങ്, റിഫ്ലെക്സിങ്, കിക്കിങ്, ഫിസിക്കലൊക്കെ ഒന്നുപോലെ ഓറഞ്ച് ഫുൾ പച്ചയാണ്. അതൊക്കെ നോക്കുമ്പോൾ കീപ്പർ ബെസ്റ്റായൊരു കീപ്പറാണ്. അപ്പോൾ ഞാൻ ഈ കീപ്പറാണ് എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, എനിക്ക് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 3 വീക്കിൽ എനിക്ക് ഏകദേശം 450 ഷാർട്സ് ഇപ്പോൾ തന്നെ കിട്ടി. അതായത് ഞാൻ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ 450 ഷാർട്സ് ഓൾറെഡി കിട്ടി കഴിഞ്ഞു. എൻ്റെ ആദ്യമുള്ളത് 749 ഷാർട്സ് ഉള്ളായിരുന്നു. ആദ്യത്തെ 2 വീക്ക് കളിച്ചപ്പോൾ. പക്ഷേ ഈ ഒറ്റ വീക്ക് കൊടുത്ത് 450 കിട്ടി. ഞാനിപ്പോൾ അടുത്ത വീക്കിൽ 450 കിട്ടിയാൽ അതൊരു നല്ലൊരു അഡ്വാൻസ്. കാരണം ഈ വീക്ക് ഇപ്പോൾ തന്നെ 3 ബാക്കിൽ 450 കിട്ടുമെന്ന് ആലോചിക്കുക. പക്ഷേ ബാക്കിയുള്ളതൊക്കെ 2 എത്രയോ ആക്കിയിട്ടാണ് ഒരു 300 കിട്ടുന്നത് തന്നെ. അപ്പം ആ ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കുക. നമുക്ക് ഇനി വേണമെങ്കിൽ 2 ബാഡ്സ് കൂടി നോക്കാം. അതിന് പോയി വേറെ കാര്യം കാണിച്ചുതരാം. നാഷണൽ സ്റ്റോറി പറഞ്ഞൊരു ഇതില്ലായിരുന്നോ? ഇത് എല്ലാവരും മാക്സിമം കളിക്കാൻ നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം, അതിൻ്റെ ആൻസർ ഞാൻ ജസ്റ്റ് കൊടുത്താൽ മതി. ഈ ആൻസർ നിങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ റിവാർഡ്സ് അങ്ങനെ കാര്യങ്ങൾ കിട്ടും. ഈ 3 കഴിഞ്ഞാൽ ഓരോ റിവാർഡ്സ് തന്നെ കിട്ടും. അപ്പോൾ ഇതിന് നിങ്ങളിങ്ങനെ വേറെ 3 സെറ്റ് കളിച്ചാൽ 3 ദിവസം നിങ്ങളുടെ ഏകദേശം റെഡി ആയാൽ ക്വസ്റ്റ്യൻസ് ആൻസർ റെഡി ആയാൽ ഇങ്ങനെ ഓരോ റിവാർഡ്സ് കിട്ടും. എനിക്ക് പോയി അത് ഫുള്ള് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുള്ള് ഫിനിഷ് ചെയ്യണേ. പിന്നെ ഗാലറിയിൽ ഇത് പറഞ്ഞു ഷാർട്സിന് ഞാൻ ആരും വാങ്ങിയിട്ടില്ല. എനിക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ എനിക്ക് ആരും വാങ്ങണമെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഇനി ബ്രസീലിൻ്റെ ഇത് വരുന്ന പറയുന്നത്. അപ്പോൾ ആ ബ്രസീലിൻ്റെ ഒക്കെ വന്ന് കഴിഞ്ഞിട്ടാണ് വാങ്ങാൻ വിചാരിക്കുന്നത്. നമുക്ക് 2 ബാഡ്ജ് ബുക്കിൻ്റെ ഇതും കൂടി തുറന്നിട്ട് നമുക്ക് ഈ വീഡിയോ ആണ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി 2 ബാഡ്ജ് ബുക്കുകൾ തുറക്കുമ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇപ്രാവശ്യം 110 ആയിട്ടുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡിൻ്റെ അടുത്തുള്ള മിക്കവാറും അവനെ ചെയ്യാൻ സാധ്യത. അപ്പോൾ നമുക്ക് ഒരു നല്ല കാർഡ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം. അതേ ട്രിക്ക് വെച്ച് ഇപ്രാവശ്യം ബാഡ്ജിക്ക് ആ ട്രിക്ക് വർക്കൗട്ടായി. നോക്കാം വേറെയെങ്കിലും ഇതെല്ലാം ബെസ്റ്റുള്ള നല്ല സാധാരണ. ഓക്കെ 107 എന്നൊക്കെ കുഴപ്പമില്ല. നമുക്ക് 110 കിട്ടി, അത് മതി. അപ്പം നമ്മൾ ഇത്ര തന്നെയാണ് നമുക്ക് ഈ മെയിനായിട്ട്. അപ്പം ഇതിൽ മെയിനായി പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ട്രിക്ക് ഉപകാരപ്പെട്ട കമൻറ്റ് ബോക്സിൽ വർക്കായി എന്ന് പറയുക. അപ്പം ഇത് അധികം 99% വർക്കാവുന്ന സാധ്യത ഏറെയാണ്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പം കിട്ടിയാൽ ഇതിൻ്റെ ഈ അക്കൗണ്ടിൽ ഇത് വർക്കായിട്ട്. ഇപ്പം വേറെ അക്കൗണ്ട് ഞാൻ നോക്കിയിട്ടില്ല, ഒന്ന് നോക്കാണ്ട്. ഈ അക്കൗണ്ടിൽ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ട് മാത്രം ചെയ്ത് വർക്കായിട്ട് ബാക്കിയുള്ള അക്കൗണ്ട് നോക്കാണ്ട് ഈ അക്കൗണ്ട്. അപ്പം ഇതാണ് ഇത്ര ഇതിൽ ഒരാളുള്ളൂ. അപ്പം പിന്നെ ഒരു കാര്യം പറയാണ്ട്, നമ്മൾ ടീം ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ട്. അത് പറയാൻ പറഞ്ഞതാണ്. ടീം ഓഫ് ദി വീക്കിൽ ആൻ്റണി, ഡെക്കർ റൈസ്, കൽഹനിയാണ് മെയിനായിട്ട് വന്ന 3 വയസ്സിൽ. നമ്മൾ ഗോൾ കീപ്പർ മെൽക്കൻ സൈവേജ്. നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പം അതിൽ എത്ര കളിക്കുന്ന നല്ല പ്ലസ് പ്ലേഴ്സൊക്കെ അങ്ങനെ കുഴപ്പമില്ലാത്ത സ്റ്റിപ്പ് പ്ലേയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിട്ട് 110 പ്ലെയറിന് 107 കാർഡുണ്ട്. ഒരുപാട് സ്ഥലം ആൻ്റോണിൻ്റെ, റൈസിൻ്റെ, കൽഹനൊക്കെ ഉണ്ട്, മിൽക്കിനൊക്കെ, സാവോച്ചൊക്കെ ഉണ്ട്. ഓക്കെ, നല്ലൊരു ടീം ഓഫ് ദി വീക്ക് തന്നെയാണ് വേണമെങ്കിൽ പറയാം. കീ മാച്ചിൽ നമുക്ക് കാണാം സിറ്റിയും ലിവർപൂളിൻ്റെയും കളി വരുന്നുണ്ട്. ഒളിമ്പിയാക്കോസും PSG-ൻ്റെയും കളി വരുന്നുണ്ട്. വാൾസിനെയും വിൽബഡീസിൻ്റെ കളി വരുന്നുണ്ട്. പിന്നെ ഏതോ 2 ടീം കളി വേറെ വരുന്നുണ്ട്. മെൽബോൺ വിക്ടറിയും മെൽബോൺ സിറ്റിയും കളി വരുന്നുണ്ട് വേറെ. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഉള്ള കളികൾ. അപ്പം ഇതേപോലത്തെ ഇനിയും ഇങ്ങനത്തെ ട്രിക്ക് വീഡിയോസോ അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ ഇനി കമൻറ്റ് ബോക്സിൽ അറിയിക്കും. പിന്നെ നമ്മൾ വരുന്ന ഈ തേഴ്സ്ഡേ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇവൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പറഞ്ഞേക്കുന്നുണ്ട്. വരാൻ സാധ്യത ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇവൻറ്റും കാര്യങ്ങളും. അപ്പോൾ അത്ര തന്നെയുള്ള ഈ വീഡിയോ കാര്യമായിട്ടപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ.